നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. മുഖ്യമന്ത്രി വി.ഡി. സതീശനെ സംസ്ഥാന പോലീസ് മേധാവി കുടുക്കി. പോലീസിനായി വാടകയ്ക്കെടുത്ത ഹെലികോപ്റ്ററിന്റെ കരാർ തുടരുന്നതിന് വേണ്ടിയാണ് മുഖ്യമന്ത്രിയുടെ സ്വകാര്യ യാത്രയ്ക്ക് കോപ്റ്റർ നൽകിയത്. കരാർ പുതുക്കണമെന്ന സംസ്ഥാന പോലീസ് മേധാവി റവാഡ ചന്ദ്രശേഖരുടെ ശുപാർശ സർക്കാർ അംഗീകരിക്കും. കരാർ ഈ മാസം അവസാനിക്കാനിരിക്കെയാണിത്. സ്വകാര്യ കമ്പനിയായ ചിപ്സൺ ഏവിയേഷൻ ഹെലികോപ്റ്ററിന്റെ വാടക പ്രതിമാസം 80 ലക്ഷം രൂപയാണ്. അടിയന്തര ഘട്ടങ്ങളിൽ ഉപയോഗിക്കാൻ സംസ്ഥാനത്തിന് ഹെലികോപ്റ്റർ ആവശ്യമാണെന്നാണ് DGPയുടെ നിലപാട്. കേന്ദ്ര സർക്കാർ കോപ്റ്റർ വാടക മുടക്കിയതോടെയാണ് DGP പുതിയ നമ്പറുമായി ഇറങ്ങിയത്. മുഖ്യമന്ത്രിയുടെ സ്വകാര്യ യാത്രയുടെ വിവരങ്ങൾ ആരാണ് മാധ്യമങ്ങൾക്ക് ചോർത്തിയതെന്ന് അറിയില്ല. പ്രകൃതി ദുരന്തങ്ങളിലെ രക്ഷാപ്രവർത്തനം, മാവോയിസ്റ്റ് വേട്ട, അടിയന്തര സാഹചര്യങ്ങളിൽ VIP-കളുടെ യാത്ര, ആരോഗ്യ മേഖലയുമായി ബന്ധപ്പെട്ടുള്ള അടിയന്തര യാത്രകൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്കായി LDF സർക്കാരിന്റെ കാലത്താണ് ഹെലികോപ്റ്റർ വാടകയ്ക്കെടുത്തത്. ഒരു മാസം 25 മണിക്കൂർ പറക്കുന്നതിനുള്ള നിരക്കാണ് 80 ലക്ഷം രൂപ. അതിൽ കൂടുതൽ പറന്നാൽ ഓരോ മണിക്കൂറിനും അധിക തുക നൽകണം. പറന്നാലും ഇല്ലെങ്കിലും 80 ലക്ഷം വാടക നൽകേണ്ട സ്ഥിതിയായിരുന്നു. ഹെലികോപ്റ്റർ വാടകയ്ക്കെടുക്കുന്നത് ധൂർത്താണെന്ന ആരോപണം പ്രതിപക്ഷത്തിരിക്കെ കോൺഗ്രസ് ഉന്നയിച്ചിരുന്നു. ഒന്നാം പിണറായി സർക്കാരിന്റെ കാലം മുതൽ സംസ്ഥാന സർക്കാർ സ്വകാര്യ കമ്പനികളിൽ നിന്ന് വാടകയ്ക്കെടുത്ത ഹെലികോപ്റ്ററുകളുടെ ഇതുവരെയുള്ള ചെലവ് 45 കോടി രൂപയാണ്. ഇതിൽ ഇനിയും കൊടുത്തു തീർക്കാനുള്ളത് 2,40 ലക്ഷം രൂപയാണെന്ന് വിവരാവകാശ രേഖകൾ വ്യക്തമാക്കുന്നു. സംസ്ഥാനത്തിന് വൻ സാമ്പത്തിക ബാധ്യത വരുത്തുമെന്നതിനാൽ പിണറായി സർക്കാരിന്റെ കാലത്ത് വാടക ശക്തമായി എതിർത്ത കോൺഗ്രസ് അധികാരത്തിൽ വന്നതോടെ കരാർ പുതുക്കാനുള്ള നീക്കത്തിലാണ്. ഇത് സംബന്ധിച്ച ശുപാർശ DGP സർക്കാരിനെ കൈമാറിക്കഴിഞ്ഞു. 5 സീറ്റുള്ള 10 കോപ്റ്ററുകൾ വാങ്ങാനുള്ള പണമാണ് ഇടത് സർക്കാർ ഇതിനകം ദൂർത്തടിച്ചതെന്ന ആരോപണവും ശക്തമാണ്. പോലീസ് ഫണ്ട് ഉപയോഗിച്ചാണ് ഒന്നാം പിണറായി സർക്കാർ ഹെലികോപ്റ്റർ വാടകയ്ക്കെടുത്തത്. മാവോയിസ്റ്റ് നിരീക്ഷണത്തിനും പ്രകൃതിക്ഷോഭ രക്ഷാപ്രവർത്തനത്തിനും VVIP യാത്രയ്ക്കും എന്ന പേരിലാണ് കാര്യമായ കൂടിയാലോചനയില്ലാതെ ഡൽഹി ആസ്ഥാനമായ പവൻ ഹൻസ് എന്ന സ്വകാര്യ കമ്പനിയിൽ നിന്ന് ടെൻഡർ ഇല്ലാതെ ഹെലികോപ്റ്റർ എടുത്തത്. നടപടി വിവാദമായതോടെ രണ്ടാം പിണറായി സർക്കാർ ടെൻഡർ വിളിച്ചു. ചിപ്സൺ ഏവിയേഷൻ പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന കമ്പനി 5 വർഷത്തേക്ക് ടെൻഡർ നേടി. ഈ മാസം കരാർ അവസാനിക്കുന്നതിനാലാണ് പുതുക്കണമെന്ന ആവശ്യം പോലീസ് മുന്നോട്ട് വെച്ചത്. പ്രതിമാസം 25 മണിക്കൂർ പറക്കാൻ 80 ലക്ഷം രൂപയാണ് വാടക. അധികം പറന്നാൽ മണിക്കൂറിന് 90,000 രൂപ വീതം നൽകണം. ഉപയോഗിച്ചാലും ഇല്ലെങ്കിലും വാടക നൽകണമെന്നാണ് കരാർ. എവിടെയൊക്കെ എന്താവശ്യത്തിനാണ് ഹെലികോപ്റ്റർ പറന്നതെന്ന് ഇതുവരെയും സർക്കാർ വെളിപ്പെടുത്തിയിട്ടില്ല. ലഭ്യമായ വിവരമനുസരിച്ച് ഒരിടത്തും മാവോവാദികളെ നിരീക്ഷിക്കാൻ ഹെലികോപ്റ്റർ ഉപയോഗിച്ചിട്ടില്ല. പ്രകൃതി ദുരന്തങ്ങളിൽ ഈ ഹെലികോപ്റ്റർ ഉപയോഗിച്ച് എത്ര പേരെ രക്ഷപ്പെടുത്തിയെന്നതിലും വ്യക്തതയില്ല. കൂടുതലും VVIP യാത്രകൾക്കാണ് കോപ്റ്റർ ഉപയോഗിച്ചത്. പിണറായി തന്നെയാണ് കൂടുതലും കോപ്റ്ററിൽ പറന്നത്. ഏറെ ദിവസവും കോപ്റ്റർ വിശ്രമത്തിലായിരുന്നു. വിവരാവകാശ പ്രവർത്തകനായ KM തോമസ് ഇത് സംബന്ധിച്ച് രേഖകൾ ആവശ്യപ്പെട്ടപ്പോൾ രഹസ്യ സ്വഭാവമുള്ളതിനാൽ നൽകാൻ കഴിയില്ലെന്നായിരുന്നു മറുപടി. ഭാരത നാവിക സേനയിൽ നിന്ന് അവശ്യഘട്ടങ്ങളിൽ മിതമായ ചെലവിൽ ഹെലികോപ്റ്റർ ലഭിക്കുമെന്നിരിക്കെയാണ് വൻ ധൂർത്തിന് ഇടത് സർക്കാർ തയ്യാറായതെന്ന കാര്യം ശ്രദ്ധേയമാണ്. മുഖ്യമന്ത്രി വി.ഡി. സതീശന്റെ കൊച്ചിയിലേക്കുള്ള ഹെലികോപ്റ്റർ യാത്രയിൽ ആരോപണവുമായി പ്രതിപക്ഷ നേതാക്കൾ രംഗത്തെത്തി. വ്യക്തിപരമായ ആവശ്യത്തിന് ഹെലികോപ്റ്റർ മുഖ്യമന്ത്രി ഉപയോഗിച്ചെന്നാണ് വിമർശനം. ചികിത്സയിൽ കഴിയുന്ന ഭാര്യ പിതാവിനെ കാണാൻ സർക്കാർ ഹെലികോപ്റ്റർ ഉപയോഗിച്ചുവെന്നാണ് പ്രതിപക്ഷ ആരോപണം. അടിയന്തര സാഹചര്യങ്ങളിലോ ദുരന്ത നിവാരണ ആവശ്യങ്ങൾക്കോ മാത്രം ഉപയോഗിക്കേണ്ട സർക്കാർ ഹെലികോപ്റ്റർ ഉപയോഗിച്ചെന്ന് ആരോപിച്ചാണ് പ്രതിപക്ഷം രംഗത്തെത്തിയിരിക്കുന്നത്. സംഭവത്തിൽ മുൻ മന്ത്രി വി. ശിവൻകുട്ടിയും AB രാജേഷും ഫേസ്ബുക്കിലൂടെ വിമർശനം അറിയിച്ചിരുന്നു. മുഖ്യമന്ത്രി 2 തവണ വ്യക്തിപരമായ ആവശ്യത്തിനായി ഹെലികോപ്റ്ററിൽ യാത്ര ചെയ്തുവെന്നാണ് മുൻ മന്ത്രി MB രാജേഷിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ്. മുഖ്യമന്ത്രി ഹെലികോപ്റ്ററിൽ U-ടേൺ അടിച്ച് എന്നായിരുന്നു വി. ശിവൻകുട്ടിയും പ്രതികരിച്ചത്. പ്രതിപക്ഷത്തായിരുന്നപ്പോൾ ഹെലികോപ്റ്റർ വാടകയ്ക്കെടുക്കണമെന്നതിനെ ദുർവ്യായമെന്ന് വിളിച്ച് എതിർത്ത വി.ഡി. സതീശൻ ഭരണത്തിലെത്തിയപ്പോൾ നിലപാട് മാറ്റിയതിനെയും യാത്ര തടസ്സപ്പെട്ട് തിരികെ ഇറങ്ങേണ്ടി വന്നതിനെയും പരിഹസിച്ചായിരുന്നു ശിവൻകുട്ടിയുടെ വിമർശനം. ന്യൂമോണിയ ബാധിച്ച് കൊച്ചിയിൽ ആശുപത്രിയിൽ കഴിയുന്ന ഭാര്യ പിതാവിനെ കാണാനാണ് മുഖ്യമന്ത്രി തിരുവനന്തപുരത്ത് നിന്നും ഹെലികോപ്റ്റർ യാത്ര ചെയ്തത്. കാലാവസ്ഥ മോശമായതിനാൽ തുടർന്ന് ഹെലികോപ്റ്റർ തിരികെ ഇറക്കേണ്ടി വരികയും പിന്നീട് വീണ്ടും യാത്ര തുടരുകയുമായിരുന്നു. കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് ഹെലികോപ്റ്റർ ഉപയോഗത്തിനെതിരെ വലിയ രീതിയിൽ ശബ്ദമുയർത്തിയ വി.ഡി. സതീശൻ തന്നെ ഇപ്പോൾ
വ്യക്തിപരമായ ആവശ്യങ്ങൾക്ക് ഹെലികോപ്റ്റർ ദുരുപയോഗം ചെയ്തതിനെതിരെ ശക്തമായ രാഷ്ട്രീയ പ്രതിഷേധമാണ് ഉയരുന്നത്. മാവോയിസ്റ്റ് വേട്ടയ്ക്കുള്ള കേന്ദ്ര ഫണ്ട് മന്ത്രി അമിത്ഷാ വെട്ടിക്കുറച്ചിരുന്നു. ഇതോടെയാണ് ഉന്നതർ സവാരി നടത്തുന്ന ഹെലികോപ്റ്ററിനെ സ്റ്റേറ്റ് തന്നെ വാടക കൊടുക്കണമെന്ന അവസ്ഥ വന്നത്. മാസം 80 ലക്ഷം വാടക നൽകാനുള്ള വഴിയാണ് അടഞ്ഞത്. മാവോയിസ്റ്റ് വേട്ടയുടെ പേരിലാണ് വാടകയ്ക്ക് എടുത്തതെങ്കിലും ഒരു തവണ കോഴിക്കോട് മേഖലയിലെ വനത്തിന് മുകളിലൂടെ പറന്നതാണ് അതുകൊണ്ട് നടത്തിയ ഏക ദൗത്യം. അത് പരാജയപ്പെടുകയും ചെയ്തു. വെട്ടിക്കുറച്ച തുക വീണ്ടും കിട്ടാൻ കണ്ണൂർ, വയനാട് ജില്ലകളിലെ മാവോയിസ്റ്റ് ബാധിക പട്ടികയിൽ നിലനിർത്തണമെന്ന് അന്ന് മുഖ്യമന്ത്രിയായിരുന്ന പിണറായി വിജയൻ ഡൽഹിയിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായെ കണ്ടപ്പോൾ ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ ഇക്കാര്യത്തിൽ പുനരാലോചന ഇല്ലെന്നാണ് അമിത്ഷാ പറഞ്ഞത്. അതോടെ മുഖ്യമന്ത്രിയുടെ പ്രതീക്ഷ മങ്ങി. ഫെബ്രുവരിയിൽ മാവോയിസ്റ്റ് നേതാവ് സന്തോഷ് അറസ്റ്റിലായതോടെ കേരളത്തിൽ പ്രവർത്തിച്ചിരുന്ന എല്ലാ മാവോയിസ്റ്റുകളെയും പിടികൂടാനായെന്ന് പോലീസ് പ്രഖ്യാപിച്ചതോടെയാണ് കേന്ദ്രം തുക കുറച്ചത്. പ്രതിവർഷം 20 കോടിയാണ് കേന്ദ്രം നൽകിയിരുന്നത്. വയനാട്, പാലക്കാട്, മലപ്പുറം ജില്ലകൾ മാവോയിസ്റ്റ് മുക്തമായെന്ന് പ്രഖ്യാപിച്ചതോടെ 75% വെട്ടിക്കുറച്ചു. ഇപ്പോൾ 5 കോടിയിൽ താഴെയേ ലഭിക്കുന്നുള്ളൂ. വനത്തിലെ തിരച്ചിൽ, വാഹനങ്ങളും ആയുധങ്ങളും വാങ്ങൽ, തണ്ടർ ബോൾട്ടിന്റെ പരിശീലനം, കമ്മ്യൂണിറ്റി പോലീസിംഗ്, വോളണ്ടിയർമാരുടെ ചെലവ് എന്നിവയ്ക്കെല്ലാമുള്ള പണമാണിത്. ഹെലികോപ്റ്ററിന് മാത്രം 9.6 കോടി വേണം. 3 കോടിയിലേറെ രൂപ വാടക കുടിശ്ശികയുണ്ട്. കേരളത്തിൽ പ്രവർത്തനം ശക്തിപ്പെടുത്താൻ മാവോയിസ്റ്റ് നേതൃത്വം തീരുമാനിച്ചതായി ഇന്റലിജൻസ് ബ്യൂറോ സംസ്ഥാന പോലീസിന് നൽകിയ സൂചന ചൂണ്ടിക്കാട്ടിയാണ് 2 ജില്ലകളെ പട്ടികയിൽ നിലനിർത്തണമെന്ന് ഫണ്ട് വർദ്ധിപ്പിക്കണമെന്നും ആവശ്യപ്പെട്ടിരിക്കുന്നത്. യഥാർത്ഥത്തിൽ കേരളം, തമിഴ്നാട്, കർണാടക സംസ്ഥാനങ്ങളുടെ അതിർത്തിയായ ട്രൈ ജംഗ്ഷനിലെ സംയുക്ത പരിശോധനയല്ലാതെ തണ്ടർ ബോൾട്ടിന് കാര്യമായി പണിയില്ല. ഹെലികോപ്റ്ററിന് 3 വർഷത്തേക്ക് 28.8 കോടിയാണ് വാടക. 3 വർഷത്തെ കരാറിന് ഒപ്പിട്ടതിനാൽ ഇത്രയും കാലം വാടക കൊടുത്തേ പറ്റൂ. കേന്ദ്ര ഫണ്ട് കിട്ടിയില്ലെങ്കിൽ വാടക സംസ്ഥാനം നൽകേണ്ടി വരും. 11 സീറ്റുള്ള ഫ്രഞ്ച് നിർമ്മിത ഇരട്ട എഞ്ചിൻ കോപ്റ്ററിന്റെ ഇന്ധനം, അറ്റകുറ്റപ്പണി, സ്റ്റാഫിന്റെ ശമ്പളം, പാർക്കിംഗ് ഫീസ് സഹിതമാണ് വാടക. കേരളം, തമിഴ്നാട്, കർണാടക സംസ്ഥാനങ്ങളുടെ അതിർത്തി പങ്കിടുന്ന വനമേഖല കേന്ദ്രീകരിച്ചായിരുന്നു മാവോയിസ്റ്റ് ദളം പ്രവർത്തിച്ചിരുന്നത്. പാലക്കാട്, മലപ്പുറം, വയനാട് ജില്ലകളിലായിരുന്നു ആദ്യഘട്ടത്തിൽ പ്രവർത്തനം സജീവം. പിന്നീട് മലപ്പുറം, വയനാട് ജില്ലകളിലേക്ക് മാറി. ഏറ്റവും ഒടുവിൽ കണ്ണൂർ, വയനാട് ജില്ലകളിലേക്ക് മാറി. നക്സൽ ബാധിത ജില്ലകളിൽ പലപ്പോഴും പോലീസും മാവോയിസ്റ്റുകളുമായി ഏറ്റുമുട്ടലുകളും ഉണ്ടായിരുന്നു. കർണാടക, ആന്ധ്ര സംസ്ഥാനങ്ങളിൽ നിന്നുള്ള മാവോയിസ്റ്റ് നേതാക്കൾ പരിശീലനം നൽകാനായിരുന്നു ദളം സജീവമായിരുന്നു. ചില നേതാക്കൾ ഏറ്റുമുട്ടലിൽ മരിച്ചു, ചിലരെ പിടികൂടി, ചിലർ കീഴടങ്ങി. ഇതോടെ മാവോയിസ്റ്റ് പ്രവർത്തനം കേരളത്തിൽ സജീവമല്ലെന്ന നിഗമനത്തിലാണ് കേന്ദ്രം എത്തിയത്. 2026 അവസാനത്തോടെ പരമാവധി ജില്ലകളെ നക്സൽ വിമുക്തമാക്കാനാണ് കേന്ദ്ര സർക്കാർ ലക്ഷ്യം. ഇതിന്റെ ഭാഗമായി 30 ജില്ലകളെ ഒഴിവാക്കിയപ്പോൾ കേരളത്തെ 2 ജില്ലകളെ ഒഴിവാക്കി. കഴിഞ്ഞ 10 വർഷമായി കേരളത്തിന് മാവോയിസ്റ്റ് വിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് കേന്ദ്ര ഫണ്ട് ലഭിക്കുന്നുണ്ട്. മാവോയിസ്റ്റ് നിരീക്ഷണത്തിനും VVIP യാത്രയ്ക്കുമായി ഹെലികോപ്റ്റർ വാടകയ്ക്ക് എടുത്തതും പോലീസ് ഫണ്ട് ഉപയോഗിച്ചാണ്. എന്നാൽ മാവോയിസ്റ്റ് ബാധിത പ്രദേശങ്ങളിലെ തണ്ടർ ബോൾട്ടിന്റെ നിരീക്ഷണം തുടരുമെന്ന് പോലീസ് അറിയിച്ചു. മാവോയിസ്റ്റ് മുക്ത ഇന്ത്യ 2026 മാർച്ചിൽ സാധ്യമാകുമെന്ന് അമിത്ഷായുടെ പ്രഖ്യാപനം പലരെയും ഞെട്ടിച്ചിരിക്കുകയാണ്. കാരണം അമിത്ഷാ പറഞ്ഞത് ചെയ്യുന്ന കർശനക്കാരനാണ്. ഇതിനെതിരെ മാവോയിസ്റ്റുകളോട് അനുതാപം പ്രകടിപ്പിച്ച് മുൻ തെലങ്കാന മുഖ്യമന്ത്രിയായ KCR എന്ന 3 അക്ഷരത്തിൽ വിളിക്കപ്പെടുന്ന K. ചന്ദ്രശേഖര റാവു, മഹാരാഷ്ട്രയിലെ കോൺഗ്രസ് നേതാക്കൾ, ഛത്തീസ്ഗഡിലെ കോൺഗ്രസ് നേതാക്കൾ, മതപരിവർത്തന ലോബികൾ, ചില മാധ്യമങ്ങൾ, NGO സംഘങ്ങൾ തുടങ്ങി ഒട്ടേറെ പേർ രംഗത്തെത്തി. എന്തുകൊണ്ട് പലർക്കും സർക്കാരിനെതിരെ സായുധ സമരം നടത്തുന്ന മാവോയിസ്റ്റുകളോട് ഇത്രയ്ക്ക് കരുണയും കരുതലും? പലതരം കൊടുക്കൽ വാങ്ങലുകൾ മാവോയിസ്റ്റുകളും രാഷ്ട്രീയക്കാരും NGOകളും തമ്മിലുണ്ട്. പല ലക്ഷ്യങ്ങൾക്കും രാഷ്ട്രീയക്കാർ മാവോയിസ്റ്റുകളെ ഉപയോഗപ്പെടുത്താറുണ്ട്. പ്രതിപക്ഷത്തിരിക്കുമ്പോൾ ഭരിക്കുന്ന സർക്കാരിനെ അസ്ഥിരപ്പെടുത്താൻ, താല്പര്യമില്ലാത്ത കാര്യങ്ങൾ ഇല്ലാതാക്കാൻ, മാവോയിസ്റ്റുകളുടെ പേരിൽ വിദേശ ഫണ്ട് സ്ഥിരീകരിക്കാൻ, അങ്ങനെ പലർക്കും മാവോയിസ്റ്റുകളിൽ പലതരം താല്പര്യങ്ങളാണ് ഉള്ളത്. ഇക്കൂട്ടത്തിൽ ഏറെ വ്യത്യസ്തരാണ് മതപരിവർത്തന ലോബികൾ. ഇവർക്ക് മാവോയിസ്റ്റ് സംഘങ്ങളോടുള്ള കൊടുക്കൽ വാങ്ങൽ വ്യത്യസ്തമാണത്രേ. ഇന്ത്യയുടെ പല വനപ്രദേശങ്ങളിലും ഗോത്രവർഗക്കാരുടെയും ആദിവാസികളുടെയും അടുത്തെത്താൻ മതപരിവർത്തന ലോബി മാവോയിസ്റ്റുകളെ ഉപയോഗപ്പെടുത്തുന്നു. മാവോയിസ്റ്റുകൾക്ക് മതപരിവർത്തന ലോബി വിദ്യാഭ്യാസവും ചികിത്സയും നൽകും. പകരം മാവോയിസ്റ്റുകൾ മതപരിവർത്തന ലോബിയെ സാധാരണ മനുഷ്യർക്ക് കടന്നു ചെല്ലാൻ കഴിയാത്ത നിബിഡ വനങ്ങൾക്കകത്തെ ഗോത്രവർഗക്കാരുടെയും ആദിവാസികളുടെയും അടുത്തെത്തിക്കും. ഇവർക്ക് 100 കണക്കിന് ഗോത്രവർഗ ആദിവാസി
ആദിവാസി ഭാഷകൾ ഹൃദയസ്ഥമായിരുന്നു. പലപ്പോഴും ലിപികൾ പോലും ഇല്ലാത്ത ആശയവിനിമയത്തിന് സംസ്ഥാന ഭാഷ എന്ന നിലയിൽ മാത്രം ഉപയോഗിക്കപ്പെട്ടിരുന്ന ഈ ഭാഷകൾ പഠിച്ചെടുക്കുക ബുദ്ധിമുട്ടാണ്. ഇത്തരം സമൂഹങ്ങളിൽ നിന്നും ലക്ഷക്കണക്കിന് പേരാണ് മതപരിവർത്തനത്തിന് വിധേയമായത്. മാവോയിസ്റ്റുകൾ എന്ന പേരിൽ ജയിലിൽ അടക്കപ്പെട്ട സ്ത്രീകളും പുരുഷന്മാരും ഉൾപ്പെടെ 3000 പേരെയാണ് പെർക്യൂട്ടന്റ് പ്രിസണേഴ്സ് സോളിഡാരിറ്റി കമ്മിറ്റി മോചിപ്പിച്ചത്. മാവോയിസ്റ്റുകൾക്ക് വേണ്ടി ഈ സംഘടന ഫണ്ട് ശേഖരിച്ചിരുന്നതായും NIA റിപ്പോർട്ടിൽ പറയുന്നു. ഏതായാലും മാവോയിസ്റ്റ് മുക്ത ഭാരതം സ്ഥാപിക്കും എന്ന പ്രഖ്യാപനത്തിന് പിന്നാലെ ഇന്ത്യയിൽ ചില കേസുകളിൽ സാമൂഹിക അസ്വസ്ഥതകൾ ഉയരുന്നതായി ചൂണ്ടിക്കാണിക്കപ്പെടുന്നു. റിപ്പബ്ലിക് TV എഡിറ്റർ അർണബ് ഗോസ്വാമി പറഞ്ഞത് ധർമ്മസ്ഥലയിലെ ക്ഷേത്രത്തിനെതിരായ ആരോപണങ്ങൾക്ക് പിന്നിൽ മാവോയിസ്റ്റ് മീഡിയ ആണെന്നാണ്. 9000 യൂട്യൂബർമാരാണ് ബലാത്സംഗത്തിന് ശേഷം 100 കണക്കിന് സ്ത്രീകളുടെ മൃതദേഹം ധർമ്മസ്ഥലയിൽ കൂട്ടത്തോടെ കുഴിച്ചിട്ടിട്ടുണ്ടെന്ന് ലോകത്തോട് വിളിച്ചു പറഞ്ഞത്. ഹിന്ദു ക്ഷേത്രങ്ങളെ അപകീർത്തിപ്പെടുത്തുക വഴി കർണാടകയിലെ BJP ശക്തി കേന്ദ്രങ്ങളിൽ ഹിന്ദുത്വയെ ദുർബലപ്പെടുത്തുക എന്നതായിരുന്നു ഇവരുടെ ലക്ഷ്യമെന്നും പറയുന്നു. ക്ഷേത്രത്തിന്റെ ഏക്കർ കണക്കിലെ ഭൂമി സ്വന്തമാക്കുക എന്ന ഗൂഢലക്ഷ്യം പലർക്കും ഉണ്ടായിരുന്നുവെന്നും പറയുന്നു. ശ്രീ അയ്യർ എന്ന സാമൂഹ്യ നിരീക്ഷകന്റെ തന്റെ ഗുരു എന്ന യൂട്യൂബ് ചാനലിൽ പറഞ്ഞത് ധർമ്മസ്ഥലയെ അപകീർത്തിപ്പെടുത്തുന്നതിന് പിന്നിൽ പ്രവർത്തിച്ചത് തമിഴ്നാട്ടിൽ നിന്നുള്ള കോൺഗ്രസ് MP ശശികാന്ത് സെന്തിലാണെന്നാണ്. മുൻ IAS ഉദ്യോഗസ്ഥൻ കൂടിയായ ഇയാൾ കുറെ കാലം ദക്ഷിണ കന്നഡയിൽ ഡെപ്യൂട്ടി കമ്മീഷണറായി പ്രവർത്തിച്ചിരുന്നു. അക്കാലഘട്ടത്തിലെ ധർമ്മസ്ഥലയുടെ ശക്തിയും ദൗർബല്യങ്ങളും ശശികാന്ത് സെന്തിലിന് അറിയാമായിരുന്നു എന്നും ശ്രീ അയ്യർ പറയുന്നു. ഇദ്ദേഹം തമിഴ്നാട്ടിലെ മതപരിവർത്തന ലോബിയുടെ പ്രതിനിധിയാണെന്നും ആരോപിക്കപ്പെടുന്നു. ധർമ്മസ്ഥല ഗൂഢാലോചനയ്ക്ക് പിന്നിലുള്ള യഥാർത്ഥ കുറ്റവാളികളെ കണ്ടെത്താൻ കഴിയാത്തതും അതിന്റെ ആസൂത്രണം ഒരു IAS ബുദ്ധിയിൽ നിന്ന് വന്നതിനാലാണെന്നും ശ്രീ അയ്യർ വിമർശിക്കുന്നു. മാവോയിസ്റ്റ് മീഡിയ, NGOകൾ, മതപരിവർത്തന ലോബി, കോൺഗ്രസ് ഇവ തമ്മിലുള്ള ഗാഢമായ ബന്ധമാണ് ഇതുവഴി പുറത്തു വരുന്നത്. ഏതായാലും മാവോയിസ്റ്റ് മുക്ത ഭാരതം 2026 മാർച്ചോടെ സൃഷ്ടിക്കുക എന്ന ദൗത്യം അമിത്ഷായ്ക്ക് കല്ലും മുള്ളും നിറഞ്ഞ ഒന്നായിരുന്നു. കാരണം മാവോയിസ്റ്റുകളുമായി കൊടുക്കൽ വാങ്ങലുള്ള ഇന്ത്യയിലെ ലോബികൾ നിസ്സാരമല്ല. കഴിഞ്ഞ വർഷം May 21 BJP ഭരിക്കുന്ന ഛത്തീസ്ഗഡിൽ കേന്ദ്രസേന 27 മാവോയിസ്റ്റുകളെ ഏറ്റുമുട്ടലിൽ വധിച്ചിരുന്നു. ഉന്നത മാവോവാദി നേതാവ് ബസവരാജു ഉൾപ്പെടെയുള്ളവരെ സുരക്ഷാ സേന വധിച്ചതിൽ CPM പൊളിറ്റ് ബ്യൂറോ രംഗത്ത് വന്നിരുന്നു. മാവോയിസ്റ്റുകളുമായി ചർച്ച നടത്തി പ്രശ്നപരിഹാരം തേടാതെ ഏകപക്ഷീയമായി വെടിവെച്ച് കൊല്ലുന്നത് മനുഷ്യത്വരഹിതമാണെന്നായിരുന്നു CPM പൊളിറ്റ് ബ്യൂറോയുടെ പ്രസ്താവന. ചർച്ചയ്ക്ക് തുനിയാതെ ഉന്മൂലനം ചെയ്യുന്ന നിലപാട് ഫാസിസ്റ്റ് പ്രവണതയാണെന്നും PB കുറ്റപ്പെടുത്തി. സുരക്ഷാ സേനയുടെ നടപടി ജനാധിപത്യത്തിന് തീരാ കളങ്കമാണെന്നായിരുന്നു CPM പറഞ്ഞത്. എന്നാൽ മാവോയിസ്റ്റുകളെ കൊന്നൊടുക്കുന്ന കേരള സർക്കാരിന്റെ നടപടിയിൽ PB അഭിപ്രായം പറഞ്ഞിട്ടുമില്ല. തരാതരം പോലെ നിലപാട് മാറ്റുന്ന CPMന്റെ ഏക സർക്കാർ ഭരിക്കുന്ന കേരളത്തിലെ മാവോയിസ്റ്റ് വിഷയത്തിലും അതേ രീതി തന്നെയാണ്. മാവോയിസ്റ്റ് വേട്ടയ്ക്കായി പ്രതിവർഷം 20 കോടി രൂപയാണ് സംസ്ഥാനത്തിന് കേന്ദ്ര ഫണ്ടായി ലഭിച്ചിരിക്കുന്നത്. ഈ ഫണ്ട് പുനഃസ്ഥാപിക്കണം എന്നാണ് സംസ്ഥാന സർക്കാരിന്റെ ആവശ്യം. പിണറായി ഭരണകാലത്ത് 8 മാവോയിസ്റ്റുകളെ സുരക്ഷാ സേനയായ തണ്ടർബോൾട്ട് ഏറ്റുമുട്ടലിൽ വധിച്ചിരുന്നു. മാവോയിസ്റ്റുകളെ പിണറായി കൊന്നത് അദ്ദേഹത്തിന്റെ ഹെലികോപ്റ്ററിൽ കറങ്ങാൻ വേണ്ടി മാത്രമാണെന്ന് പറയപ്പെടുന്നത്. കേരളത്തിലെ മാവോയിസ്റ്റ് ഇല്ലെങ്കിൽ പിണറായിയുടെ കറക്കം നിൽക്കും. ഏതായാലും പിണറായിയുടെ അതേ വഴിയിലൂടെ VD സതീശനെയും കുരുക്കി. അതേസമയം വിവാദ തീരുമാനത്തിൽ നിന്നും മന്ത്രി രമേശ് ചെന്നിത്തല തന്ത്രപൂർവ്വം മാറി നിന്നു മുഖ്യമന്ത്രിയെ പെടുത്തുകയും ചെയ്തു.